എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പ്ലേറ്റഡ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് പേരെന്നെ വിളിച്ചു, കുറേ പേരുണ്ടാക്കി നോക്കി, വളരെ സന്തോഷം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പനീർ ഫ്രൈ ആണ്. പനീർ ഫ്രൈ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ ഫ്രൈ ആണ്. നമ്മൾ സാധാരണ പനീർ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ചെയ്തിട്ട് അവസാനം പനീർ അതിലേക്ക് എടുത്ത് ഇടുക ചെയ്യണേ. പക്ഷെ ഇത് അങ്ങനെയല്ല, നമുക്ക് ചോറിന് ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ്. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാമിൻ്റെ മിൽമ പനീറിൻ്റെ പാക്കറ്റാണ്. ഇത് ക്യൂബ് ഷേപ്പിലുള്ളതായിരിക്കും. അത് ഞാൻ 4ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ ക്യൂബും 4ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് 2 സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ സവാള ആണെങ്കിൽ 3 എണ്ണം എടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് 2 തക്കാളിയാണ്. തക്കാളി ഉള്ളിലത്തെ കുരുവും ജ്യൂസും ഒക്കെ കളഞ്ഞ് മീതെയുള്ള ഭാഗം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അധികം പഴുക്കാത്ത തക്കാളി വേണേ. പഴുത്ത് കഴിഞ്ഞാൽ ആകെ നമ്മുടെ ഫ്രൈ അങ്ങ് കുഴഞ്ഞു പോകും. ഇത്ര സാധനം നമുക്കിവിടെ ഇപ്പം ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കുറച്ചിത് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്ന ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഉപ്പ് നമ്മൾ ചേർത്താൽ മതി കേട്ടോ. അതിന് ഭയങ്കര ഉപ്പാണ്. ഈ സവാളയ്ക്കും തക്കാളിക്കും ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് വരും. മസാലപ്പൊടികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർക്കാം കേട്ടോ. മല്ലിപ്പൊടി ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ഒരു വാസനയ്ക്ക് കുറച്ച് ചേർക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് ജീരകപ്പൊടി. മസാല ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ മസാലപ്പൊടി, മല്ലിപ്പൊടി അതെല്ലാം ചേർക്കാം കേട്ടോ. നന്നായിട്ട് പിടിക്കുന്നവരൊന്ന് ഇളക്കണം. അതിനുശേഷം നമുക്ക് പനീർ അതിലേക്കിട്ട് പനീർ ഉടഞ്ഞു പോകാണ്ട് സാവധാനം ഇളക്കി. ഫ്ലെയിം ഒന്ന് സ്ലോ ചെയ്യാം കേട്ടോ. പനീർ ഇത്രയും സവാളയും തക്കാളിയൊക്കെ ഇട്ടതാ. അത്
ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ കൊടുക്കാം, കുറച്ചേ ഉള്ളൂ എല്ലാം. കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ, തക്കാളി സവാള. അതുപോലെ ഇളക്കി ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. പനീറിലേക്ക് ഇതെല്ലാം ഒക്കെ പിടിക്കും, മസാലയും ഉപ്പും മുളകും. രണ്ട് മിനിറ്റായി. നമുക്കിനി ഇത് തുറന്ന് മൂടി ഒന്ന് ഇളക്കി. പനീറിലിപ്പോൾ എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ആ എരിവും ഉപ്പും ആ തക്കാളിയുടെ ആ ചെറിയൊരു പുളിപ്പും എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇവിടെ റെഡി ആയിട്ടുണ്ട് പനീർ ഫ്രൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമല്ലേ. ആ സവാളയും തക്കാളിയും വഴന്ന് വരാനുള്ളൊരു സമയം മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ വീണ്ടും ഒരു ഡിഷുമായിട്ട് വരുന്നവരെ ടാറ്റ.